കുറച്ച് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ്ട് നല്ല നല്ല കുറച്ച് വലിപ്പമുള്ള നമ്മുടെ ഇവിടെ അടുത്ത് ഫാം ഉണ്ട് കേട്ടോ. അപ്പം ഫാമിൽ നിന്ന് നമുക്ക് കിട്ടിയതാ. കിലോ എനിക്കൊന്ന് 150 രൂപയോ അങ്ങനെ. ഇപ്പം സീസൺ അല്ലേ ഇതിൻ്റെ. അപ്പോൾ അതാണ്ട നമുക്കിത് പൊട്ടിക്കാം. പൊന്നപ്പൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൈ വെച്ച് പൊട്ടിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇരുമ്പെടുത്ത് പൊട്ടിക്കാം. പണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കുങ്കുമമാണെന്ന് വിചാരിച്ചിട്ട് കഴിക്കാതിരുന്നിട്ടുണ്ട് ഞാൻ. ഇത് പൊട്ടിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ഫ്രൂട്ടാണെന്ന് കുഞ്ഞുനാൾ ശരിക്കും പറഞ്ഞാൽ അറിയുന്നത്. അപ്പോൾ വേണ്ടേ കഴിക്കാം. ഇത് വരിക്കയാണ് കേട്ടോ. കൂഴയാകുമ്പോൾ നമുക്കിത് ഇളവി വരത്തില്ല. വരിക്കയാകുമ്പോൾ വേണ്ട നമുക്കിത് ഇതുപോലെ ഇളവി കിട്ടും. അപ്പോൾ അതാണ്ട് ഇത് റംബൂട്ടാൻ്റെ സീഡാണ് കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്നതായിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ബദാമിൻ്റെ ടേസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിന് കളയരുത്, എല്ലാവരും കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഇത് കഴിച്ചിട്ട് ഈ കുരുകളെല്ലാം കളയാൻ വെച്ചിരുന്നത് ഇത് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. എന്നാലും നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയോടൊന്നും ചോദിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. അപ്പം ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ സാധനം എഡിബിൾ അല്ല. ഇതിനകത്ത് കുറച്ച് ടോക്സിക് കമ്പോണൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളത് കഴിക്കാൻ പാടില്ല. റംബൂട്ടാൻ അതിൻ്റെ നമ്മുടെ ആ ഫ്ലഷ് കഴിക്കാം. വിറ്റമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഇത് പക്ഷേ കഴിച്ചുകൂടാന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് പേരും കഴിച്ചിട്ട് ഇതിന് നല്ല ടേസ്റ്റാണ്, ഇത് കളയരുതെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ പൊന്നപ്പന് കൊടുക്കുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിച്ചിട്ട് ആർക്കൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ അവന് കൊടുക്കുന്നില്ല. ഞാൻ മാത്രമേ ട്രൈ ചെയ്ത് നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. നമ്മൾ ഈ പറങ്ങാണ്ടിയൊക്കെ ചൂടത്തില്ല, അതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ചുട്ടെടുക്കുന്ന പറങ്ങാണ്ടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ബദാമിൻ്റെ ടേസ്റ്റ് അല്ലാന്ന് തോന്നുന്നു, പക്ഷേ സാധനം കൊള്ളാം. അപ്പോൾ നമ്മളിത് കുറച്ച് ഉപ്പിട്ടിട്ടാണ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ പച്ചയ്ക്ക് റോ ആയിട്ട് കഴിക്കുമ്പോഴാണ്, കൂടുതലായിട്ട് കഴിക്കുമ്പോഴാണ് പ്രശ്നമുള്ളത് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ആക്സിഡൻ്റലി നമ്മളിത് ഒരെണ്ണം വിഴുങ്ങിയെന്ന് വെച്ചിട്ടോ കഴിച്ചെന്ന് വെച്ചിട്ടോ വലിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാനിത് എന്തായാലും മോന് കൊടുക്കുന്നില്ല. ഒരു അമ്മയെന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു സേഫ്റ്റി നോക്കണമല്ലോ. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കി. അപ്പോൾ ഇതിന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഒരു നമ്മുടെ പറങ്ങാണ്ടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് സംഭവം ഒരുപാട് കഴിക്കാത്തതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. പച്ചയ്ക്ക് കഴിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കഴിച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.